പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ഹെബ്രായർ 3:8 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. യേശുപ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ഹൃദയം കഠിനമാക്കരുതെന്ന്. പ്രിയ സഹോദരരെ, ഇന്ന് ഈ തിരുവചനഭാഗം നമ്മൾ കേൾക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ. പ്രിയ സഹോദരരെ, ഞാനും നിങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവരാണ്. ദൈവമാകുന്ന ആ വചനം എല്ലാ ദിവസവും വായിക്കുന്ന വ്യക്തികളാണോ ഞാനും നിങ്ങളും? അതാണ് പ്രിയപ്പെട്ടവരെ, ആ വചനത്തിലൂടെ ഈശോയുടെ സ്വരം ശ്രവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ നിത്യജീവിതത്തിൽ സാധിക്കണം. അങ്ങനെ ഞാനും നിങ്ങളും നിത്യം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ തിരുവചനം ശ്രവിക്കുമ്പോൾ വചനം പറയുന്നു, മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഞാനും നിങ്ങളും മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോയവരായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണ കാലഘട്ടങ്ങളിൽ നമ്മൾ കഴിഞ്ഞു പോയേക്കാം. പക്ഷേ ഈശോ എന്നോടും നിങ്ങളോടും പറയുന്നു, എൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ. പ്രിയ സഹോദരരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയം കഠിനമാക്കരുതെന്ന്. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയുവാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 17:1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തെ തള്ളിപ്പറയുന്നൊരു ജനത്തെ. അവിടുത്തെ സ്വരമറിഞ്ഞിട്ടും അവിടുത്തെ അനുഭവിച്ചറിഞ്ഞിട്ടും ആ ദൈവത്തെ തള്ളിപ്പറയുന്ന, ആ ദൈവത്തിനെതിരെ സംസാരിക്കുന്ന ഒരു ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും മെരീബ പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ. പ്രിയ സഹോദരരെ, ഞാനും നിങ്ങളും അങ്ങനെ കടന്നുപോയവരാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ കടന്നു പോകുന്ന വ്യക്തികളാണോ എന്ന് നമ്മളിലേക്ക് തന്നെ നമുക്കൊന്ന് കടന്നു ചെല്ലുവാൻ സാധിക്കണം. സഹോദരരെ, അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ പ്രിയ സഹോദരരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മോട് ഓരോരുത്തരോടും ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സ്വരം ശ്രവിക്കുമ്പോഴെങ്കിലും നീ എന്നെ തിരിച്ചറിയുവാൻ സാധിക്കണം. ഈശോയാകുന്ന ആ സഹോദരമായ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഏത് പരീക്ഷണ കാലഘട്ടമായാലും, ഏതെല്ലാം അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയാലും, ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവിടെ ദൈവത്തിൻ്റെ ഒരു കരസ്പർശനം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, ആമേൻ.